യേശുവിൻ്റെ അമ്മ മറിയയുടെ നാമത്തിലാണ് ഞാൻ പോകുന്ന പള്ളി. 3 ക്രോണോസ് കുർബാനയിലാണല്ലോ മൂന്ന് വിശുദ്ധന്മാരുടെ നാമത്തിലാണ് വെച്ചിട്ടുള്ളത്. എല്ലാ കുരിശുകളും ഓരോ വിശുദ്ധന്മാരുടെ നാമത്തിലാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ കർത്താവ് പറഞ്ഞു, എൻ്റെ നാമത്തിൽ കൂടി വരുന്നിടത്താണ് ഞാൻ വരുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ ഈ വിശുദ്ധന്മാരുടെ നാമത്തിൽ കർത്താവ് വരികയില്ല എന്നുള്ള അറിവാണ് എന്നെ സമുദായത്തിൽ നിന്നും വേർതിരിപ്പാനായിട്ട് ഇടയായി തീർന്നത്. വിശുദ്ധന്മാരോട് പ്രാർത്ഥിക്കുന്നതിനെ പറ്റി വിശുദ്ധ ബൈബിൾ പറയുന്നത് എന്താണ്? മരിച്ചുപോയ വിശുദ്ധന്മാർ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നവരിൽ നിന്ന് വേർപിരിഞ്ഞവരോ അവരിൽ താല്പര്യമില്ലാത്തവരോ അല്ലെന്ന് ബൈബിൾ വെളിപ്പെടുത്തുന്നു. പഴയ നിയമ ഉദാഹരണ സഹിതം ഞാൻ പറയട്ടെ. യെരമ്യാവിൻ്റെ പുസ്തകം 15-ാം അധ്യായം 1-ാം വാക്യത്തിൽ അവരുടെ മരണത്തിന് വളരെ കാലം കഴിഞ്ഞ് മോശയും ശമൂവേലും ഭൂമിയിലെ ഇസ്രായേൽ ജനതയ്ക്ക് വേണ്ടി അപേക്ഷിക്കുന്നതായി ചിത്രീകരിച്ചിരിക്കുന്നു. പുതിയ നിയമം നോക്കുമ്പോൾ വെളിപാട് പുസ്തകം 8-ാം അധ്യായം 3-ാം വാക്യത്തിൽ വിശുദ്ധന്മാരുടെ പ്രാർത്ഥനകൾ ദൈവം മുൻപാകെ ഉയരുന്നുവെന്നും തുടർന്ന് ദൈവം ഭൂമിയിൽ പ്രവർത്തിക്കുന്നുവെന്നൊക്കെ കാണാൻ സാധിക്കുന്നു. യോഹന്നാൻ്റെ പുസ്തകം 15-ാം അധ്യായത്തിൽ ഞാൻ മുന്തിരിവള്ളിയാണ്, നിങ്ങൾ ശാഖകളാണെന്ന് കാണാം. വിശുദ്ധ പൗലോസ് നാം ക്രിസ്തുവിൻ്റെ ശരീരമാണെന്ന് പറയുന്നു. മരണം ഈ ബന്ധത്തെ തകർക്കുമെന്ന് അതുകൊണ്ട് അർത്ഥമില്ല. എബ്രായർ 12-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ വിശുദ്ധന്മാർ സാക്ഷികളുടെ ഒരു മേഘമാണെന്ന് കാണാൻ സാധിക്കും.